ഞാൻ 6 വർഷമായിട്ട് ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടുന്ന് എനിക്ക് സൗദിയിലേക്ക് ഒരു ജോലി കിട്ടുകയും അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കിനായിട്ട് നവംബർ 7 ഞാൻ ബഹ്റിനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വരികയും ചെയ്തു. അങ്ങനെയെല്ലാം വന്ന സമയത്ത് മാർച്ച് 13 തീയതി ആയപ്പോഴത്തേന് എനിക്ക് അവരുടെ മെയിൽ വന്നു, ആ ജോലി ക്യാൻസലായി, അവർക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അങ്ങനെ ആകെ ഡൗൺ ആയി. ഞാൻ ആരോടും വീട്ടിലൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യം ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയുള്ളൊരു വചനമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ കൃപാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ജോലിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേ പേരെ കാണുന്നുണ്ട്, അവർക്ക് കുറച്ച് നമ്പറുകൾ അച്ഛൻ പറഞ്ഞു. അതിൽ ഒരു നമ്പർ വെച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത നമ്പർ 7 ആയിരുന്നു. കാരണം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം 7 ആയതുകൊണ്ട് ഞാൻ 7 തന്നെ ചൂസ് ചെയ്തു. പക്ഷേ അത് മെയ് മാസത്തിലായിരുന്നു ഞാൻ ഡേറ്റ് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ മെയിൽ വെച്ച് നോക്കിയപ്പോഴത്തേന് പിന്നെയുള്ള 7 എന്ന് പറഞ്ഞ് 17-ാം തീയതി 27, പിന്നെ ജൂണിലുള്ള 7, അങ്ങനെയുള്ള 7 ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി, മാതാവ് ഇത് ഒത്തിരി ഡിലേ ആവരുത്, കാരണം എനിക്ക് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിലെ ക്യാഷ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി അക്കൗണ്ട് സീറോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ നിന്ന് മമ്മി എന്നോട് ചോദിച്ചു, ഇവിടെ പൈസ എന്തെങ്കിലും ഉണ്ടോ സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ട് സീറോ ആണ്, കയ്യിലും സീറോ ആണ്, ഒന്നുമില്ല. ഞാൻ ആകെ കരഞ്ഞ്, അവർ മുമ്പ് വെച്ച് കരഞ്ഞില്ല, പക്ഷേ ഞാൻ റൂമിൽ പോയി കഥ അടച്ചിരുന്ന് ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു. അതിനുശേഷം അപ്പം തന്നെ എനിക്കൊരു കോൾ വരുവാണ്. ഒരു കമ്പനി തന്നെ വിളിച്ചു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഷെഡ്യൂൾ ചെയ്യുവാന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 പേരോളം ഉണ്ടായിരുന്നു പാനലിൽ. ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പോയി. അത്യാവശ്യം കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്ലാങ്ക് അവസ്ഥയിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്ട് ആയെന്ന് വന്നു.